നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ED. പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും പണം ശേഖരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. ഹവാല ഇടപാടുകളിലൂടെയും സംഭാവനയുടെ രൂപത്തിലുമാണ് പണം എത്തിച്ചത്. PFIയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ED ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നീട് പലയിടത്തും റെയ്ഡ് നടത്തി. ഇതിൽ നിർണായക വിവരങ്ങളും കിട്ടി. എന്നാൽ എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന് SDPI പരസ്യ നിലപാട് എടുത്തു. ഈ സാഹചര്യത്തിൽ തെളിവുകൾ പരമാവധി ശേഖരിച്ചുള്ള നിരോധനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോൾ PFI SDPI വ്യാജ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. നിയമവിരുദ്ധമായി വിദേശത്ത് ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ത്യയിലേക്ക് അത് കൈമാറുകയും ചെയ്തതിന്റെ തെളിവുകൾ EDക്ക് ലഭിച്ചു. 2009 മെയ് മുതൽ 2022 മെയ് വരെ PFIയുടെ 29 അക്കൗണ്ടുകളിലേക്ക് 262 കോടി എത്തിയിട്ടുണ്ടെന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണക്കിൽപ്പെടാത്ത PFI രസീതുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഫൈസിയെ ED ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് പലവട്ടം ദില്ലിയിലെ ED ഓഫീസിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഒഴിഞ്ഞുമാറി. ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റിലായ ഫൈസി ED വിശദമായി ചോദ്യം ചെയ്തത്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PFIയുടെ ഇന്ത്യൻ ഫെഡറേറ്ററി ഫണ്ട്, SDPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്നീ സംഘടനകളുടെ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. 12 തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ലെന്നും ഇതോടെയാണ് തുടർ നടപടികൾ ആരംഭിച്ചതെന്നും ED വ്യക്തമാക്കി. SDPIക്കും PFIക്കും ഒരേ നേതൃത്വം അണികളാണുള്ളത്. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് PFI ആണ്. SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൽ, പൊതുപരിപാടികൾ എന്നിവ തീരുമാനിക്കുന്നത് PFI ആണ്. SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. SDPIക്ക് 4 കോടിയോളം രൂപ നൽകിയതിന് തെളിവ് ലഭിച്ചെന്നും ഇതിന്റെ ഉറവിടം സംശയാസ്പദമാണെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ആന്തരികമായി ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമെന്ന നിലയിലുമാണ് SDPI പ്രവർത്തിക്കുന്നതെന്ന് ED പറയുന്നു. രാജ്യത്തെ ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പണം ശേഖരിച്ചു. റമദാൻ കളക്ഷന്റെ പേരിൽ പ്രാദേശികമായും പണം സ്വരൂപിച്ചെന്ന് ED ആരോപിക്കുന്നു. SDPI ദേശീയ അധ്യക്ഷൻ എന്ന നിലയുടെ MK ഫൈസിയുടെ അധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിലാണ് എല്ലാ നടത്തിപ്പെന്നും ED പറയുന്നു. PFIയുടെ ഭാരവാഹികളോ അംഗങ്ങളോ ആയ 26 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. ഇവരിൽ ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നു. പട്വാല ഹൗസ് കോടതി 6 ദിവസത്തേക്കാണ് MK ഫൈസിയെ EDയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ഫൈസി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളം അടക്കം 10 സംസ്ഥാനങ്ങളിലെ 12 SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നു. ദില്ലിയിൽ നിസാമുദ്ദീനിലെ SDPIയുടെ കേന്ദ്ര ഓഫീസ് അടക്കം 2 പരിശോധന നടന്നു. തിരുവനന്തപുരം പാളയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും മലപ്പുറം ടൗണിലെ ജില്ലാ ഓഫീസും റെയ്ഡ് ചെയ്തു. ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ, ആന്ധ്രാപ്രദേശിലെ നദ്വാൽ, മഹാരാഷ്ട്രയിലെ താനെ, ജാർഖണ്ഡിലെ പാഗൂർ എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും പരിശോധന നടത്തി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.